ഭാഗമായുള്ള യോഗം ചേർന്നിരുന്നു. വിവിധ വകുപ്പുകൾ തങ്ങൾ ചെയ്തു വരുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളും തുറന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ വിശദമായി അവതരിപ്പിച്ചു. പോലീസ്, എക്സൈസ്, പൊതുവിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, തൊഴിൽ, പട്ടികജാതി പട്ടികവർഗം, വകുപ്പ് മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഇന്ന് ചർച്ച ചെയ്ത നിർദ്ദേശങ്ങൾ വിദഗ്ധ സമിതി മുൻപാകെ വെച്ച് അവരുടെ അഭിപ്രായം കൂടി ചേർത്ത് വിപുലമായ കർമ്മ പദ്ധതിക്ക് രൂപം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഏപ്രിൽ 16 വിവിധ മതമേലധ്യക്ഷന്മാരുടെ യോഗവും 17 സർവകക്ഷി യോഗവും വിളിച്ചു ചേർക്കും. വിപണനവും സംഭരണവും ഉപയോഗവും തടയാൻ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന കർമ്മപദ്ധതി കേരള പോലീസ് നടപ്പാക്കുകയാണ്. ഡി ഹണ്ട് ഡ്രൈവിന് പുറമെ ആ ഡ്രൈവിന് സഹായകരമായ ഇന്റലിജൻസ് ഇൻപുട്ട് നൽകുന്നതിനായി ഡ്രഗ് ഇന്റലിജൻസ് ഡീൻഡ് എന്ന സംവിധാനം സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതുവഴി കഴിഞ്ഞ ഫെബ്രുവരി 22 മുതൽ ഏപ്രിൽ 4 വരെയുള്ള ചുരുങ്ങിയ കാലയളവിൽ മാത്രം 2503 സോഴ്സ് റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവികൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു. സംസ്ഥാന തലത്തിൽ കേരള ആന്റി നാർക്കോട്ടിക്സ് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് കാൻസാഫ് എല്ലാ ജില്ലകളിലും ജില്ലാ പോലീസ് മേധാവിമാരുടെ മേൽനോട്ടത്തിൽ ജില്ലാ ആന്റി നാർക്കോട്ടിക് സെല്ല് ഡാൻസാഫ് ഇവയെല്ലാം നിലവിലുണ്ട്. അതിനു പുറമെ ലോക്കൽ പോലീസും ശക്തമായ പരിശോധനകളും റെയ്ഡുകളും നടത്തുന്നു. ലഹരി വസ്തുക്കളുടെ ഉൽപാദനം, വിതരണം, കടത്തിക്കൊണ്ടുപോകൽ, സംഭരണം ഇവയിലെല്ലാം